മക്കളെ മൈത്താണ്ടികൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ അറിയുവാൻ. പശ്ചാത്തലവും സ്വഭാവവും ഒന്നും നോക്കാതെ കൂടെ പഠിച്ചതാണല്ലോ, ആരും ഇല്ലാത്തവനാണല്ലോ എന്നൊക്കെ കരുതി പെൺമക്കളെ മൈത്താണ്ടികൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ഈ അമ്മയുടെ അനുഭവം ചെവി തുറന്ന് കേൾക്കുക. ഒന്നും നോക്കാതെ കെട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുവാൻ സാധിക്കും? പക്ഷേ പെൺമക്കളുടെ നേരെ ശാരീരിക ആക്രമണങ്ങൾക്ക് മുതിരുമ്പോൾ കണ്ടില്ല കേട്ടില്ല പോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്രകാരം സംഭവിച്ചാൽ വീണ്ടും ഇവിടെ ഷൈനിമാരും ജിസ്മോൾമാരും ഉണ്ടാകുമെന്നറിയുക. ഇവന്മാർ യാതൊരു കുഴപ്പവുമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്യും, വീണ്ടും സുഖമായി വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്യും. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഈ അമ്മയുടെ വാക്കുകൾ കേൾക്കുക. ഈ അമ്മയുടെ മരുമകൻ്റെ വിവരങ്ങൾ ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നില്ല. ഇനിയും തരികട ഇറക്കിയാൽ മോനെ നീ ഏത് രാജ്യത്താണെങ്കിലും വെറുതെ വിടില്ല. ഇവനെ പോലെയുള്ള തെമ്മാടികൾ സ്ത്രീകൾക്ക് നേരെ കയ്യോങ്ങുമ്പോൾ പണിമേടിക്കും എന്നൊരു വിചാരം ഉണ്ടാവുന്നത് നല്ലതാണ്. സ്വകാര്യതയെ മാനിച്ച് ഞങ്ങൾ ഈ കുടുംബത്തിൻ്റെ ഐഡന്റിറ്റി ഞങ്ങൾ പുറത്തുവിടുന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുക, മാറുക. ഇന്നലെ ഈയിടെ മരിച്ച അമ്മൂളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ആറ്റിച്ചാടിയില്ലേ, അത് കണ്ടപ്പം സാർ എന്താ കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നോക്കി കണ്ടു. പിന്നെ ഞാൻ വിളിച്ച സാറേ, എല്ലാ പെൺകുട്ടികളും പറയത്തില്ല സാറേ, വീട്ടിൽ പറയുകയല്ല. അങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ട്. എന്റെ മോള് എനിക്കിത് കണ്ടപ്പോ അതാണ് ഓർമ്മ വന്നത്. ഈ കഴിഞ്ഞ ഡിസംബറിൽ എന്റെ മോള് ലീവിന് വന്നു. അവളും അവളുടെ ഹസ്ബൻഡും അവർ രണ്ടുപേരും വന്നു. ക്രിസ്മസിന്റെ ആണോ ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാനും ഇവിടുന്ന് ലാസ്റ്റ് അവർ പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ ഇവിടുന്ന് പോയി. അപ്പം എനിക്കാണ് ശരിക്കും ഒരു സർജറി കഴിഞ്ഞിട്ട് ഒട്ടും വയ്യാതെ ഞാൻ 3 കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളാ. ഞാൻ അത് കാരണം അവളുടെ അനിയത്തിയെ കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അവളും ഇവിടെ ഇല്ല, അവളും ജോലി സ്ഥലത്തു നിന്ന് വന്നതാ. അപ്പൊ അവൾക്ക് 3 പിള്ളേരും കൂടെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവളെ കൂടെ ഞാൻ അവിടെ വിട്ടു. ഇവരെല്ലാരും കൂടെ വരും, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ലൈറ്റ് ഷോ കാണാൻ പോകാന്നൊക്കെ പറഞ്ഞു. ഇവര് വന്നു, വണ്ടിയിൽ വന്നു. ഞാൻ ഇവിടുന്ന് ലൈറ്റ് ഷോ ഒക്കെ കാണാൻ പോയി. അപ്പൊ എനിക്ക് തീരെ ഇല്ല. അപ്പം പിറ്റേ ദിവസം ഇവർ പോവാ രാത്രിയില്. അപ്പൊ ഞാൻ തിരിച്ചു കയറി വന്നു. സാറേ, ഞാൻ അങ്ങോട്ട് കയറിയതും ഞാൻ സെറ്റിയിലോട്ടും കിടന്നു. എനിക്ക് വയ്യാഞ്ഞിട്ട് സെക്കൻഡ് കൊണ്ടുവന്ന ഡ്രൈവർ പോലും പോയിട്ടില്ല. വണ്ടിക്കാരൻ ആ റോഡിൽ തന്നെ കിടക്കുന്നു. ഞങ്ങൾ ഓരോരുത്തർ എഴുന്നേറ്റ് ഇറങ്ങി വരുന്നു. 3 മിനിറ്റ് നേരത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നു. ഒരു കുഞ്ഞ് എന്റെ കയ്യിലുണ്ട്, അവൻ ഉറങ്ങുക. അവനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നു. ഞാൻ ആ സെറ്റിയിലോട്ട് കിടന്നു, അവനെയും കൂടെ സൈഡിലോട്ട് വെച്ചിട്ട്. അപ്പം ഓരോരുത്തർ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഇളയ മോള് ഇറങ്ങി വരുന്നു ഒരു മോനെയും കൊണ്ട്. അപ്പം വലിയ മോള് അവള് ഉറക്കത്തിലായി. 12 മണിയായി, 12:30 കയറി വരുന്നു. ഒരു സെക്കൻഡ് ഞാനും കണ്ണൊന്ന് അടച്ചുപോയി. അത്രയ്ക്ക് ക്ഷീണമുണ്ട് എനിക്ക്. ഞാനൊന്ന് കണ്ണടച്ചു. എല്ലാം പെട്ടെന്നാ സാർ. ഇവൻ അതിനകത്തോട്ട് കയറി, നീ AC ഓഫ് ചെയ്യാതാണോ പോയതെന്ന് ചോദിച്ചു. അപ്പൊ ഇവന് ഭയങ്കര ഒരുമാതിരി ടെമ്പർ കാണിക്കുന്നവനാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുന്നേ വെച്ച് അടിച്ചിട്ടില്ല. ഇതുപോലെ അവളെ ഒരുമാതിരി അവള് പേടിച്ച് പതുങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞാ. അവളിങ്ങനെ പേടിച്ച് എപ്പോഴും ഇങ്ങനെ ഈ സൂര്യനെ കാണിച്ചിട്ട് അത് ചന്ദ്രനാന്ന് പറഞ്ഞ അത് എന്ന് പറയുന്ന കൊച്ചാണ് എന്റേത്. അപ്പൊ ഇവൻ ഇത് ഓഫ് ചെയ്തില്ലേടി എന്ന് ചോദിച്ചു. ചോദിക്കുന്ന കേട്ടു. ഇവളെ ഒറ്റ അടി ഇവളെ അടിച്ചപ്പം അടിക്കുന്ന ശബ്ദം കേട്ട് എന്റെ ഇളയ മോള് പെട്ടെന്ന് ഇങ്ങനെ നമ്മളിപ്പോ അവരുടെ മുറി ചാടി കയറാൻ പറ്റത്തില്ല. എന്താ വന്ന നമുക്കറിയത്തില്ല. ഭാര്യയും ഭർത്താവും കൂടെ പറയുന്നു, ഓടിച്ചെന്ന് നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ മോള് ചുമ്മാ ഇങ്ങനെ അടുക്കളയിലോട്ട് പോകുന്ന രീതിയിൽ ഇവക്ക് തോന്നി അടിച്ചതാണോ എന്നൊരു സംശയം കൂടി ചെയ്തപ്പോ ഇവളെ ഇങ്ങനെ കർമ്മത്ത് പിന്നെ അടിക്കുക. അടിച്ചപ്പോഴത്തേന് എന്റെ ഇളയ കൊച്ച് അവള് ചാടി ഇവരുടെ നടുക്ക് കയറി നിന്നപ്പോഴത്തേക്കിന് ഉടനെ ആ കൊച്ചിന്റെ പെടലിക്ക് കയറി. അവൻ പെടലിക്കാ പിടിക്കുന്നത്. ഈ പെടലിക്ക്, എന്റെ വലിയ മോടെ പെടലിക്ക് പിടിച്ചിട്ട് സാറേ ഭിത്തിയല്ല, ഈ കതകിന്റെ ഈ കട്ടിൽ അതിലൊരു 4-5 ഇടി ഇടിച്ചിട്ട് ഇതെല്ലാം സെക്കൻഡ് പെട്ടെന്ന് ഇടിച്ച കണ്ടപ്പോഴത്തേന് എന്റെ ഇളയ മോള് അവനെ പിടിച്ച് തള്ളി അങ്ങോട്ട്. തള്ളിയപ്പോ ഇതിൽ ഇങ്ങോട്ട് കയറി വന്ന് എന്റെ കൊച്ചിന്റെ പെടലിക്കും കയറി ഇവൻ പിടിച്ചു. അപ്പോഴത്തേക്കിന് അവർക്ക് ഇച്ചിരി ആരും കൂടെ അവള് വീണ്ടും പിടിച്ച് തെള്ളിപ്പോ അവൻ അവിടെ കിടന്നൊരു സ്റ്റീലിന്റെ ഫ്ലാസ്ക് എടുത്തിട്ട് എന്റെ വലിയ മോളെ തലക്കിട്ട് 2 അടി അങ്ങ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കിന് എന്റെ ഇളയ മോളെ പിടിക്കുന്ന കണ്ടുകൊണ്ട് വലിയ മോൾ അവിടെയും ഒരുങ്ങാനായിട്ട് അങ്ങനെ വെച്ചിട്ട് ചെറിയ ബോക്സ് ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ഇവനെ ഇങ്ങനെ വീശി അടിച്ചു. എന്റെ കൊച്ചിനെ തൊടല്ലെന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തിയെ. അപ്പോഴേക്കും ഇവന്റെ കണ്ണിലെങ്ങാണ്ട് ഇനി വീശിയപ്പോ അവന്റെ കണ്ണിലൊന്ന് കൊണ്ടു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോ ഞാൻ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ തല പൊട്ടിയിട്ട് വലിയ മോളുടെ തല പൊട്ടിയിട്ട് ചോര ഒഴുകുമ്പോഴാണ് ഞാൻ ചാടി ചെല്ലുന്നു. ഡ്രൈവർ ഇത് കണ്ടുകൊണ്ട് അയാളിങ്ങനെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. എല്ലാവരും ഡ്രൈവർ ഓടി സിറ്റ് ഔട്ടിൽ നമ്മുടെ ഹോളിലോട്ട് കയറി വന്നു. അപ്പോഴാണ് ഞാൻ ചാടി വരുമ്പോൾ ചോര ഒഴുകി ഇവിടെ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങള് ഹോസ്പിറ്റൽ, ഞാൻ പോയില്ല, 3 കുഞ്ഞു പിള്ളേരല്ലേ, നമ്മൾ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ പപ്പായെ വിളിക്കട്ടെ അങ്ങ് വരണം.
വേണ്ടമേ വേണ്ടമേ വിളിക്കണ്ട പപ്പ വന്ന് പ്രശ്നം ഉണ്ടാക്കും വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഏതായാലും അനിയത്തി ആ കാറിൽ തന്നെ ആ ഡ്രൈവറുമായിട്ട് ഇവനും ഉണ്ട്, ഇവനും കയറി മെഡിക്കൽ കോളേജിലോട്ട് പോയപ്പോ എനിക്കൊന്ന് പോലീസിനെ വിളിക്കാൻ, ഈ കുഞ്ഞുങ്ങൾ 3 കൂടെ ഇങ്ങനെ ചുറ്റും, ഇവന്റെ ഒരു പെങ്ങള്, എന്റെ സാറേ അതാണ് നമുക്ക്, ഒരു പെങ്ങള് ഇവള് നോക്കി നിക്കുക അനക്കമില്ല. അപ്പം അത് കേട്ടാ ഇവള് പറയുന്നു, ചേച്ചി പിടിച്ചു മാറ്റി ചേച്ചി എന്ന് എന്റെ മോള് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് എന്താ വാടാ എന്ന് അന്നേരമാണ് ഇവള് ചോദിക്കുന്നത്. അവൾ അതുവരെ ഇവള് അനങ്ങിയില്ല, എന്തോ കരുതി കൂട്ടി ഇവൻ ഏതാണ്ട് ഒരുമാതിരി എന്തോ പറയുന്നത്, അങ്ങ് ചാടുക കിടന്നങ്ങ് ഓടി നടന്ന് ചാടുക. അപ്പം ഭിത്തിക്കിട്ടാണ് ഈ തല വെച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇവന് ഇന്നൊന്നും അല്ല ഇടിക്കുന്നത്, എപ്പോഴും ഇവൻ തല ഇതുപോലെ ഭിത്തിയിൽ വെച്ച് ഇടിക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഒരു ദിവസം ഇവള് വീഡിയോ കോൾ വിളിക്കുമ്പോൾ നെറ്റിയിൽ ഇങ്ങനെ ഒരു പാടുണ്ട്. ഞാൻ അന്ന് ചോദിച്ചു, മോനെ എന്നാ പറ്റി, നിന്റെ നെറ്റിയിൽ എന്താ പറ്റിയേ? ഓ കുഞ്ഞ് എന്തോ എടുത്ത് എറിഞ്ഞതാ അമ്മയെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഇവിടെ അനിയത്തിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ അവിടെ നെറ്റിയിൽ ഇങ്ങനെ കണ്ടു, എന്താ മോനെ അവൻ വല്ലതും ചെയ്തതാണോ? അല്ലമ്മേ ഞാനും ചോദിച്ചു, അവള് പറഞ്ഞു കുഞ്ഞെന്തോ ഇങ്ങനെ ഏതാണ്ട് എടുത്ത് എറിഞ്ഞതാണെന്നാ അവള് പറഞ്ഞത്. ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇവൻ നെറ്റി പിടിച്ചിട്ട് കഥകളിലും ഭിത്തിയിലും ഇടിക്കുന്നുണ്ട്. അനിയത്തി കൊച്ചിന്റെ കഴുത്തിൽ ഇവൻ പിടിച്ചിട്ട് ഭിത്തിയിൽ ഇടിക്കാനാ നോക്കിയത്. അപ്പൊ കുറച്ച് ആരോഗ്യമുണ്ട്. ഇത് 3 കുഞ്ഞു പിള്ളേര്, ഓരോ വർഷം കഴിഞ്ഞുണ്ടായ പിള്ളേരെ സാറേ, ഒരു പ്രസവ രക്ഷ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതുപോലാണ് ഉപദ്രവിക്കുന്നത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ടും പിന്നെ മോള് അവര് ചോദിച്ചപ്പം ഇവള് പറഞ്ഞു, എടി പറയരുത് നാളെ എനിക്ക് നാളെ പോകണം, നീ പറയല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവര് പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇങ്ങനെ വീണതാണ്, സ്കൂട്ടറിൽ പോയപ്പം ഇപ്പം വീണതേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ CT സ്കാൻ ഒക്കെ എടുത്തു, കാരക്കോണം മെഡിക്കൽ കോളേജിൽ തിരിച്ചു കൊണ്ടുവന്നു. പിറ്റേ ദിവസം പോകുന്നതിന്റെ അന്നേരം പപ്പ ഇവിടുന്ന് എല്ലാവരും വന്നു. ഇവിടുന്ന് വന്നപ്പോഴും മോള് പറഞ്ഞു പറയാൻ ഒന്നും ചെയ്യേണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട, ഞങ്ങൾ പോട്ടെ എന്ന് അവള് പറഞ്ഞു. അതുകൊണ്ട് സാറേ നമ്മൾ വിട്ടു. എന്ത് ചെയ്യണമെന്ന് നമുക്കും അറിയത്തില്ല. എന്റെ കുഞ്ഞും ഇതേ സ്ഥിതിയിൽ ഇരിക്കുവോ സാറേ. എന്തോ പ്രൊഫഷൻ എന്താ ഇവന്റെ? ഇവന് നേഴ്സ്, 2 പേരും നേഴ്സുമാരാ. രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ചാണോ താമസിക്കുന്നത്? 2 പേരും ഒരുമിച്ച് താമസിക്കുന്നു. 3 കുഞ്ഞു പിള്ളേരും ഉണ്ട് സാറേ. അപ്പൊ ഇവൻ ഇവിടെ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഏട്ടാ ഞങ്ങൾ ഇവിടെ കേസ് കൊടുക്കുന്നു പറയണ്ടേ, ഞാൻ അവിടെ ചെന്ന് അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അപ്പൊ ഇവൻ അടിക്കുന്നുണ്ട്, ഇവള് മിണ്ടത്തില്ല സാറേ. നമ്മൾ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കുമെന്ന് പറയത്തില്ലേ, ആ സംഭവം നമുക്ക് പറ്റിയതാ. അച്ഛനും അമ്മയും ഇല്ല, വീടില്ല. അപ്പം ഞാൻ അന്നേരം പറഞ്ഞു, മോനെ നമുക്ക് അറിയത്തില്ലല്ലോ, സ്വഭാവം അറിയത്തില്ലല്ലോ സാറേ. നമ്മൾക്ക് അപ്പോഴത്തേക്കിന് ആരാണ്ട് പറയുമ്പോൾ പറഞ്ഞു, അനാഥ പിള്ളേരിങ്ങനെ അവിടെ എവിടെയും ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു, മോനെ പൈസ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ, സാരമില്ല, ഇവിടെ കൂടെ പഠിച്ച പയ്യനുമാ സാറേ. അപ്പം നമുക്കൊരു കുറച്ചും കൂടി ഒരു സ്നേഹം. ഞാൻ പറഞ്ഞു, സാരമില്ല മോനെ, പൈസ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ, പിന്നെ നമുക്ക് കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ ഞാനൂടാ സാറേ ഞാൻ പറഞ്ഞു. നമ്മൾ അറിഞ്ഞോ ഇത്രയാണെന്ന് നമ്മൾ ഒരിക്കലും അറിഞ്ഞില്ല സാറേ. ഇപ്പോഴും ആ അവസ്ഥയിൽ പോവാണോ അതോ? ഇവിടുന്ന് കഴിഞ്ഞു, അവർ പിറ്റേ ദിവസം പോയി. നവംബറിൽ വന്നപ്പോഴുള്ള സംഭവം ഞാൻ പറഞ്ഞത്. നവംബറിൽ അവർ വന്നു, ലാസ്റ്റിൽ വന്നു, ഡിസംബറിൽ ആ ലൈറ്റ് കാണാനൊക്കെ പോകുന്നത്. ഇപ്പൊ പോയിട്ടുണ്ട്. ഞാനിപ്പോ ഇതെല്ലാം കണ്ടപ്പോ ആ ഭിത്തിയിൽ ആ കുഞ്ഞിന്റെ തല ഇടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ നമ്മുടെ കുഞ്ഞിന്റെയും എന്റെ കുഞ്ഞിന്റെയും തല ഇവൻ ഇതുപോലാണല്ലോ ഇടിച്ചത്. ഇവർക്ക് തലവേദനയുണ്ട് മോക്ക്. എന്റെ സാറ് മുഴുവൻ അവളെ കൊണ്ട് ലോൺ എടുപ്പിച്ചു. ഒന്നുമില്ല സാറേ, 10 കൊല്ലമായി എന്റെ കുഞ്ഞ്. അവള് പോയത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് ഇവനെ കൊണ്ടുപോകുന്നതും പൈസ കൊടുത്ത് കൊണ്ടുപോകുന്നതും അവിടെ ചെന്നു എല്ലാം ഇവളാണ് ചെയ്തത്. വീട് വെക്കാനായിട്ട് ആണെങ്കിൽ വീടൊന്നും ഇല്ലായിരുന്നു. എവിടെ സാറേ 1 വർഷം കൊണ്ട് വീട് വെക്കുന്നത്? അവളും കൂടെ പൈസ കൊടുത്തു. ആ 1 വർഷം കൊണ്ട് ഇവൻ പോയ ആ 1 വർഷം കൊണ്ട് വീട് വെച്ചു, കല്യാണം നടത്തി. എല്ലാം ഇവള് തന്നെ പൈസ കൊടുത്ത് കല്യാണം നടത്തി, എല്ലാം ചെയ്തതാണ്. ബാക്കി എന്നിട്ട് ഇതാണ് ചെയ്യുന്നത്. തലക്കിട്ട് അടിച്ചു, ആ കുഞ്ഞിന്റെയും തലക്കിട്ട് അടിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ കുഞ്ഞിന്റെയും തലക്കിട്ടാ സാറേ അവൻ അടിച്ചത്. ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം എല്ലാരും ചോദിക്കും, ഇത് കേൾക്കുമ്പോൾ എല്ലാരും ചോദിക്കും നിങ്ങളൊരു അമ്മയാണോ? ഞാനും ചോദിച്ചിട്ടുണ്ട്. വിസ്മയയുടെ ഇതൊക്കെ വന്നപ്പം ഞാനും ചോദിച്ചു, അപ്പൻ അന്ന് രാത്രി കൊണ്ടുവരത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചൊരു അമ്മയാ സാറേ ഞാനും ചോദിച്ചതാണ്. ഇതൊക്കെ കാണും. പക്ഷെ എനിക്ക് വന്നപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡെയിലി കോൺടാക്ട് ഉണ്ടല്ലോ, വേറെ മറ്റു ഇഷ്യൂസ് ഒന്നും ഇല്ലപ്പോ? എന്നും വിളിക്കും, അവളെ എന്നും വിളിക്കും. പക്ഷെ ഇവള് പറയത്തില്ല സാറേ. അതാ ഞാൻ പറഞ്ഞത്, ഈ ചില പിള്ളേർ പറയത്തില്ല. ഞാൻ എന്നും വിളിക്കും, എപ്പോഴും വീഡിയോ കോൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു സേഫ്റ്റിക്ക് നിലയ്ക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായെന്ന് കാണിച്ച് പരാതി വല്ലതും കൊടുത്തിരുന്നോ? സ്റ്റേഷനിൽ വല്ലതും പരാതി കൊടുത്തില്ല സാറേ, ഞങ്ങൾ ഒന്നും കൊടുത്തില്ല. എന്താ കൊടുക്കാഞ്ഞത്? അത് തന്നെ ഗുരുതരമായ ഒരു തെറ്റല്ലേ? കാരണം അത്തരം ഒരു കേസ് കൊടുക്കുകയും അത് റെക്കോർഡിക്കലാക്കുകയും ഇവൻ ഇങ്ങനെ ഒരു ഹാബിച്വൽ ഉപദ്രവിക്കുന്നവനാണ് എന്ന് കൃത്യമായിട്ടും അത് റെക്കോർഡാക്കണം, അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടണം. ചെയ്തില്ല സാറേ. അവന്റെ മനസ്സിലും എന്തുവാകും ഇതുപോലെ നാണക്കേടും മാനക്കേടും ഭയന്ന് ഇവരൊന്നും പുറത്തു പോലും മിണ്ടത്തില്ല എന്നൊരു സംഭവമാണ്. അത് അവന് കൂടുതൽ വളവാകത്തില്ലേ? നമ്മുടെ വീടുകളിൽ എല്ലാ മാതാപിതാക്കൾക്കും പറ്റുന്ന ഒരു കുറ്റമാണ്. അവര് എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവര് പുറത്തു പറയത്തില്ല, നാണക്കേടാണെന്ന് കരുതി.
എന്റെ സാറ് ഞാൻ അങ്ങനെ ശാരീരിക പീഡനം ഉണ്ടായാൽ അന്നേരം തന്നെ അത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി കൊടുക്കണം. എന്റെ സാറിന് പറ്റിയില്ലെന്ന് പറഞ്ഞാൽ മതി. അല്ലെ കൃത്യമായിട്ടും അവനവിടെ എഴുതി നൽകും, ഇനി ഇത്തരത്തിൽ ഉണ്ടാകത്തില്ല എന്ന് അവർ എഴുതി ഒപ്പിടിപ്പിക്കും. അവരെ ജയിലിൽ വിടണമെന്ന് നമ്മൾ പറയുന്നില്ല, അവർ തുടർന്ന് ജീവിക്കേണ്ടതാണ്. ജീവിച്ചോട്ടെ. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ശാരീരികമായ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അത്തരത്തിൽ ഹാൻഡിൽ ചെയ്യപ്പെടും എന്നൊരു തോന്നൽ ഉണ്ടായില്ലെങ്കിൽ അവൻ വീണ്ടും കൈപ്പൊക്കും. അവൻ എന്തോ അവനെ ഓടി നടന്ന് അടിക്കുന്നിട്ട് മോള് പറഞ്ഞു, അമ്മേ ഇവൻ എന്താ അമ്മേ കാണിച്ച, ഇവന് എന്താണ്ടോ കാണിക്കുന്ന പോലെ കാണിച്ചത്, ഇവന് എന്തേലും കുഴപ്പമുണ്ടോ ഇവനെന്ന് എനിക്ക് തോന്നിപ്പോയിന്ന്. അല്ല, ഇവളെന്നാ സാറേ ജോലി ചെയ്യാതെ വീട്ടിൽ ഇരിക്കുന്നവളാണോ? അവള് പോയി അവനെ പോലെ തന്നെ കഷ്ടപ്പെട്ട് അവളും ജോലി ചെയ്ത് ഈ 3 കുഞ്ഞുങ്ങളെ നോക്കണം. സാറിന് അറിയത്തില്ല, 3 കുഞ്ഞു കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് വേണം 6:30 ആകുമ്പോ ഇവൾക്ക് ജോലിക്ക് പോകണം. വണ്ടി വരും, അപ്പത്തേന് മിനിസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. 6:30 ആകുമ്പോഴത്തേന് ഇവൾക്ക് ഓടണം. അത് കഴിഞ്ഞ് 3 മണിക്ക് വരും. ഈ കുഞ്ഞുങ്ങളെ നോക്കണം. സാറേ ഈ പൈസ ഉണ്ടോന്ന് ചോദിച്ചാല് ഇവൻ അന്ന് തൊട്ട് പൈസയില്ല. എന്താ വന്ന് എനിക്കറിയത്തില്ല, കാശില്ല. അന്ന് തൊട്ട് ഇവള് പറയുന്നുണ്ട് പൈസയില്ല. എന്നിട്ട് അവൾ ഓവർ ടൈം ചെയ്യുന്നുണ്ട് സാറേ. അവൾ ആ കുഞ്ഞിന്റെ തലയാണ് ഇവളെ അടിച്ചു പൊട്ടിച്ചത്. അവളൊരു പാവം ഒരു കൊച്ചാണ്. എല്ലാവർക്കും അവളോട് ജോലി ചെയ്യുന്നിടത്താണെങ്കിലും എല്ലാവർക്കും അവളോട് സ്നേഹമാണ്. ഇവളെ താഴ്ത്തി കെട്ടി ഏത് സമയം ഇവളെ താഴ്ത്തി കെട്ടി സംസാരിക്കുക. അത് ഈ പ്രാവശ്യം വന്നപ്പം അവൾ അങ്ങനെ ഒന്നും പറയാറില്ല. പക്ഷെ ഈ പ്രാവശ്യം ഇങ്ങനെ ഇരുന്നപ്പോ എന്നോട് പറഞ്ഞു, അമ്മ എന്നെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നമ്മേ എന്ന് പറഞ്ഞു. എന്നോട് അവളങ്ങനെ പറയാറില്ല. പക്ഷെ അവൾ എന്തുമാത്രം ആയിട്ടായിരിക്കാം എന്നോട് അങ്ങനെ പറഞ്ഞത്. ഇവന്റെ മുന്നേ വെച്ച് തന്നെ പറഞ്ഞേ താഴ്ത്തി. ഞാൻ പറഞ്ഞു, മോനെ നിന്നെ ആരെങ്കിലും താഴ്ത്തിയാ നീ താഴുമോ? നീ ആരാണെന്ന് നിനക്കറിയത്തില്ല, നമ്മൾ ആരാണെന്ന് നമുക്കറിയത്തില്ലേ മോനെ? ആരെങ്കിലും താഴ്ന്നതുകൊണ്ട് നമ്മൾ താഴുവോ? അതില്ലമ്മേ, ഞാൻ അങ്ങനെ ഇല്ല. എന്നാലും ഏത് സമയം ഇവളെ താഴ്ത്തിക്കട്ടെ. കാരണം അവള് മിടുക്കിയാണ് സാർ. ആ ഹോസ്പിറ്റലാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാത്തിനും അവള് നല്ല മിടുക്കിയായിട്ട് വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കാനാണെങ്കിലും ജോലി ചെയ്യാനാണെങ്കിലും അതൊന്നും ഇവൻ അങ്ങോട്ട് പിടിക്കുന്നില്ല. അതുകൊണ്ട് സാറേ ഇതൊക്കെ കണ്ടപ്പോ ഞാൻ ഓർത്തു, ഞങ്ങൾ കാണിച്ചത് എന്തോ എന്തോ മണ്ടത്തരമാ സാറേ ഞാൻ കാണിച്ചെന്ന്. സത്യത്തില് നമ്മൾ ചിന്തിക്കാൻ ഒന്നും കൊടുത്തില്ല സാർ. ഒരു കേസ് കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. പിന്നെ ഇവള് നമ്മളോട് സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടുന്ന കാര്യം അതാണ്. കാര്യം അത് ചെയ്യണം. അപ്പൊ സാറേ ഇനി നാളെ ഒരു ഇഷ്യൂ ഉണ്ടായി, കൈവിട്ട് പോകുന്ന ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ നാളെ അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ട് വന്ന് ഇതുപോലെ തലയടിച്ച് പൊട്ടിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതാ ഇവൻ കാറിനകത്തിരുന്ന് പറയുന്നതെന്ന്. അപ്പം എന്റെ ഇളയ മോള് പറഞ്ഞത് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ നീ കൊണ്ട് കൊടുക്കടി എന്ന് പറയുന്നു. പക്ഷെ ആ ഡ്രൈവർ അപ്പത്തേന്ന് പറഞ്ഞു, മോളെ നിങ്ങളൊന്ന് ക്ഷമിക്ക്, പിന്നെ എന്തിനു വേണേലും ഞാൻ വരാം, പക്ഷെ മോൾ ഈ പ്രാവശ്യം ക്ഷമിക്ക്, അവര് നാളെ പോവല്ലേ, അതുകൊണ്ട് ഹോസ്പിറ്റലിലൊന്നും പറയണ്ട, പോട്ടെ, അവരൊരു പ്രാവശ്യം വന്ന് പോട്ടെ, ഒരു പ്രാവശ്യം അങ്ങ് ക്ഷമിക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു പ്രാവശ്യം അല്ല സാറേ, ഇവൻ ഉപദ്രവിക്കുന്നുണ്ട്, നല്ലോണം എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നുണ്ടെന്ന്. കാരണം ഞങ്ങൾ ഇരിക്കുമ്പം അവൻ ഉപദ്രവിച്ചെങ്കിൽ, ഒരു കുടുംബമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇത്തരത്തിൽ മാരകമായി ഉപദ്രവിക്കുമ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് ഇത് ഹാബിറ്റ് ആകുമ്പോൾ അതിനെ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ചെന്ന് നാളെ കലാശിക്കും. അന്നേരം ഈ പറഞ്ഞ ക്ഷമ ആവശ്യമാണ്. ആരെങ്കിലും ഒരാൾ ക്ഷമിച്ചാലേ പറ്റത്തുള്ളൂ, ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. അതെല്ലാം സത്യമാണ്. പക്ഷേ പരിധിയുണ്ടല്ലോ. ഉണ്ട് സാറേ. ഇത് 5 പാട് ഇവിടെ നെറ്റിയിൽ ഇങ്ങനെ ഈ വര പോലെ ഇതിലിടിച്ചതിന്റെ 5 പാട് വരയായിട്ട് 5 എണ്ണം ഉണ്ട്. ആ പാട് അങ്ങനെ തന്നെ പിറ്റേ ദിവസം കിടപ്പുണ്ടായിരുന്നു ആ കുഞ്ഞിന്. അതിപ്പോ തലയോട്ടി ഈടെ എന്നാണ്ട് കണ്ടു, ഒരു കുഞ്ഞിന്റെ തലയോട്ടി പൊട്ടിയെന്ന്. ഇതേപോലെ തലയോട്ടി പൊട്ടിയെന്ന് നമ്മൾ എന്ത് ചെയ്തേനെ? അപ്പോഴും അനിയത്തി ചോദിച്ചു, അപ്പം പോകണമെന്ന് ഇവള് പറയുന്നുണ്ട്. അന്നേരം അനിയത്തി ചോദിച്ചു, എടി നിനക്ക് ജീവൻ ഉണ്ടായാലല്ലേ പോകാൻ പറ്റൂ, നീ ചത്തുപോയിരുന്നേ നിനക്ക് പോകാൻ പറ്റുമോ, നീ പോവോ? പിന്നെയും ചിന്തിക്കുന്നില്ല. 3 കുഞ്ഞുങ്ങള്, കുഞ്ഞു പിള്ളേര് ഇവിടെ വന്നാല് പിന്നെ എങ്ങനെ അവൾക്ക് അവിടെ ജോലി ചെയ്യണം, പിള്ളേര് എന്ത് ചെയ്യും, അങ്ങനെയാണ്. അതൊക്കെയാണ് അവളുടെ ചിന്തകള്. അപ്പം ഇത് കണ്ടപ്പോ സാറേ ഇത് എനിക്ക് ഒന്നും പറയാതിരിക്കാൻ പറ്റിയില്ല. നമ്മളുടെ ചിന്തയല്ല അവരുടെ ചിന്തകള്. എനിക്കറിയത്തില്ല എന്താണെന്ന്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവളെന്ന് പറഞ്ഞാൽ സാറേ ഒരു പാവം കുട്ടിയാണ്, ഒരു പാവമാണ് അവള്. ആരോടും നമ്മൾ ചോദിച്ചാൽ തന്നെ പറയത്തില്ല. ആദ്യമായിട്ടാ ഇവിടെ എന്നോട് പറയുന്ന, അമ്മ എന്നെ താഴ്ത്തി കെട്ടി പറയുന്നു അമ്മേ എന്ന് പറഞ്ഞു. പക്ഷെ ഇവനെ ഭയമാ. കാരണം ഇങ്ങനെ ആയിരിക്കും സാറേ ചെല്ലുന്നത്, ഈ ഭയങ്കര ക്രൂരമായിട്ട് ചെല്ലും. അത് ഓർക്കുന്നോണ്ടായിരിക്കും ഇവള്. പിന്നെ അപ്പൊ ഒരു ദിവസം ഞാൻ പറഞ്ഞു, മോനെ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, എപ്പോ ചോദിച്ചാൽ ഒരുമാതിരി മൂകതയാ അവളെ വിളിക്കുമ്പോഴൊക്കെ.
ഇങ്ങനെ ഒരു വിഷമത്തോടാ കാണുന്നത് എപ്പോഴും നമ്മൾ വിളിക്കുമ്പോഴും. ഞാൻ ഇതൊക്കെ കാണുമ്പം അയച്ചു കൊടുക്കും. ഞാൻ ഈയിടെ മിനിഞ്ഞാന്നാണെങ്കിലും ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, മോനെ നീ ഇത് കണ്ടോ, നീ ഇത് കാണുന്നുണ്ടോ, ഇതുപോലെ മോനെ നിന്നെ കൊല്ലാനാവാൻ ശ്രമിച്ചത്, ഇതുപോലല്ലേ മോന്റെ നെറ്റിയിലൊക്കെ ഇടിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോ ഒന്നും മിണ്ടുന്നില്ല. അത് നമ്മള് ഒരു പ്രശ്നമില്ലെങ്കിൽ പ്രശ്നത്തിന് ആളി കത്തിക്കാനും നോക്കരുത്, നമ്മള് ഇതായിക്കോണം. പക്ഷേ ഇത്തരത്തിലേക്ക് ഒരു ടോക്സിക് ആയി പോകുന്നു, അപകടകരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം അടുത്ത ലെവലിലേക്ക് അവളോട് നോക്കിക്കോളാൻ പറഞ്ഞോണം. അനിയത്തി പറഞ്ഞു, ഞങ്ങളുടെ ജീവനാണ് അവള്. അവള് ഞങ്ങളോട് പറയത്തില്ല, ഞങ്ങൾക്കറിയാം അവള് പറയുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അവിടെ മുഖം വാടിയാ ഞങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ പുറകെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ പുറകെ ഞങ്ങളുണ്ട്, ഞങ്ങൾ വിട്ടു എന്നൊന്നും വിചാരിക്കേണ്ട, പുറകെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. കാരണം അവൾ അത്രയ്ക്കും പാവോ സാർ, അവൾ പറയത്തില്ല. കാരണം അവരറിഞ്ഞാൽ എന്നാ ചെയ്യും, ഇവരറിഞ്ഞാൽ എന്ത് ചെയ്യും. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഒരു കുഴപ്പം, നാണക്കേട്. ഇവന് ടോക്സിക് ആണ് ഇവൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.